ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു. ആ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് എനിക്ക് കിട്ടിയ വലിയൊരു എട്ടിൻ്റെ പണിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതാണ് പ്രോഡക്റ്റ് എന്ന്. അത് ഗ്ലൂ ഗണ്ണാണ്. അപ്പം എന്താണ് എനിക്ക് കിട്ടിയ എട്ടിൻ്റെ പണി എന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, അതാണ് 20 സ്റ്റിക്ക് ഉണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്ത സ്റ്റിക്കൊക്കെയാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഗ്ലൂ ഗൺ. അപ്പോൾ ഇത് കുറേ വീഡിയോസ് ഞാൻ കണ്ടു. ഒരുപാട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് ഗ്ലൂ ഗണ്ണ് വേണം, ഒട്ടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഗ്ലൂ ഗണ്ണ് വാങ്ങിച്ചത്. ഈ ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ പിക്ചർ ഞാൻ ഫ്ലിപ്കാർട്ടിൽ കണ്ടപ്പം വിചാരിച്ചത് കുറച്ച് വലിയ ഗ്ലൂ ഗണ്ണായിരിക്കും എന്നാണ്. പക്ഷേ ഇത് വളരെ ചെറിയൊരു ഗ്ലൂ ഗണ്ണാണ്. പിന്നെ അതിൽ മെൻഷൻ ചെയ്ത പോലെ 20 സ്റ്റിക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓക്കെയാണ്. പിന്നെ ഞാനെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. ചെറിയൊരു കമ്പി പോലെയുണ്ട് ഫ്രണ്ടിൽ, അതൊക്കെ എടുത്ത് അതിനകത്ത് കണക്ട് ചെയ്ത് ശരിയാക്കി വെച്ചു. അതിനുശേഷം ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം, ഇത് വർക്കാകുമോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ അതിനു മുമ്പാണ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കേക്ക് ഞാൻ നമ്മുടെ ആ സ്റ്റിക്ക് ഉണ്ടല്ലോ, അതൊക്കെ ഞാനൊന്ന് വെച്ച് നോക്കി. ഈ ഒരു പ്രോഡക്റ്റ് കൈ കിട്ടിയ ഉടനെ ഞാൻ കണക്ട് ചെയ്ത് നോക്കി വർക്കാകുമോ എന്ന്. ജസ്റ്റ് ഒന്ന് പ്ലഗ് ഒന്ന് കുത്തി നോക്കിയപ്പം ഇതിലെ ആ ഒരു റെഡ് ലൈറ്റ് ഓൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് വർക്കാകുമെന്നാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതെടുത്ത് സ്റ്റിക്കൊക്കെ വെച്ച് ഇത് ഓണാക്കി നോക്കിയിട്ടൊന്നും ആ ഒരു സംഭവം ഉണ്ടല്ലോ സ്റ്റിക്ക്, അതിങ്ങനെ മെൽറ്റായിട്ട് വരണം. പക്ഷേ അതൊരു 15 മിനിറ്റ് ആയിട്ടും വരുന്നില്ല. എന്നിട്ടും ഞാനൊരു അരമണിക്കൂറോളം ഞാനിത് ഓണാക്കി വെച്ചു. എന്നിട്ടും ആ ഒരു സ്റ്റിക്ക് മെൽറ്റായിട്ട് വരുന്നില്ല. അതുപോലെ ഈ കൂർത്തിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതും ചൂടാവുന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗ്ലൂ ഗണ്ണ് എനിക്കിട്ട് പണി തന്നു. ഗ്ലൂ ഗണ്ണ് വർക്കാവുന്നില്ല. റിട്ടേൺ അയക്കാൻ വേണ്ടി നോക്കിയപ്പോൾ റിട്ടേൺ ഡേറ്റും കഴിഞ്ഞു. പിന്നെ ഞാനതെല്ലാം ഒന്ന് അഴിച്ചു പറക്കി നോക്കി, എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് എട്ടിൻ്റെ പണി ഗ്ലൂ ഗൺ തന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മളൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വളരെ വിശദമായി തന്നെ ചെക്ക് ചെയ്ത് നോക്കണം, പ്രത്യേകിച്ച് ഇതുപോലുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ. അല്ലെങ്കിൽ നമ്മുടെ കാശ് പോകും. ഞാനിത് വന്നപ്പം ഇത് ഓണാക്കി നോക്കിയതാണ്. അപ്പോൾ റെഡ് ലൈറ്റ് തെളിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വർക്കിംഗ് ആകുമെന്ന്. പക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ സ്റ്റിക്ക് വെച്ച് നോക്കിയില്ല. അതാണ് ഞാൻ ചെയ്ത മണ്ടത്തരം. 150 രൂപ താഴെയാണ് ഇതിൻ്റെ പ്രൈസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ അബദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വേറെ ഒന്നിനുമല്ല, എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം.